ന്യൂസ് 18 എക്സ്ക്ലൂസീവ് ജില്ലാ സമ്മേളനം അടുത്തിരിക്കെ CPI തിരുവനന്തപുരം ഘടകത്തിൽ ജാതി വിവാദം. പ്രധാന പദവികളിലേക്ക് ഈഴവരെയും ദളിത് വിഭാഗങ്ങളെയും പരിഗണിക്കുന്നില്ലെന്ന ആക്ഷേപം. 65 അംഗ ജില്ലാ കൗൺസിലിൽ 35 പേരും നായർ സമുദായക്കാർ. സംസ്ഥാന നേതൃത്വത്തിനെതിരെ ജില്ലയിൽ അമർഷം രൂക്ഷമായി. ഛത്തീസ്ഗഡ് സംഭവത്തിന് പിന്നാലെ ക്രൈസ്തവ സഭകളുമായി ഉണ്ടായ മുറിവുണക്കാൻ BJP. വിവിധ ബിഷപ്പുമാരെ നേരിൽ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്നു. സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, മലങ്കര കത്തോലിക്ക സഭാധ്യക്ഷൻ കർദിനാൾ ക്ലെമിസ് കാതോലിക്ക ബാവ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. ജാമ്യം കിട്ടിയതോടെ സഭയും അയഞ്ഞ നിലപാടിൽ. ധർമ്മസ്ഥലയിലെ തെരച്ചിലിൽ ബംഗളൂരുവിൽ നിന്നും കണ്ടെത്തിയത് കൂടുതൽ പേരുടെ അസ്ഥികൾ. ഒരു പൂർണ്ണ മനുഷ്യ അസ്ഥികൂടത്തിന് പുറമെ 60-ലധികം അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തി. സ്ത്രീയുടേതെന്ന് കരുതുന്ന വസ്ത്രവും കണ്ടെത്തി. മൃതദേഹാവശിഷ്ടങ്ങൾ ബംഗളൂരുവിലെ ഫോറൻസിക് ലാബിലേക്ക് അയച്ചു. ന്യൂസ് 18 ബിഗ് ബ്രേക്കിംഗ്. ന്യൂസ് 18 ബിഗ് ഇമ്പാക്ട്. ഐഷ തിരോധന കേസിൽ റോസമ്മയെ പോലീസ് ചോദ്യം ചെയ്യും. പോലീസിന് റോസമ്മ നൽകിയത് വ്യത്യസ്ത മൊഴികൾ. ഐഷ തിരോധാനത്തെക്കുറിച്ച് റോസമ്മയ്ക്ക് അറിയാമെന്ന നിഗമനത്തിൽ പോലീസ്. ഐഷ തിരോധന കേസിൽ സെബാസ്റ്റ്യന് പങ്കുണ്ടെന്ന നിർണായക വെളിപ്പെടുത്തൽ റോസമ്മ നടത്തിയത് ന്യൂസ് 18-ലൂടെ. തിരോധാന കേസുകളിൽ ചോദ്യം ചെയ്യലുമായി സഹകരിക്കാതെ സെബാസ്റ്റ്യൻ. സംസ്ഥാനത്ത് കനത്ത മഴ. തൃശൂർ, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട്. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ശക്തമായ കാറ്റിന് സാധ്യത. മീൻപിടുത്തത്തിന് വിലക്ക്. കനത്ത മഴയിൽ എറണാകുളത്ത് പലയിടത്തും വെള്ളക്കെട്ട്. കലൂർ, ഇടപ്പള്ളി ടോൾ, കളമശ്ശേരി, മരട് എന്നിവിടങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. അർദ്ധരാത്രി മുതൽ പുലർച്ചെ വരെ കൊച്ചി നഗരത്തിൽ പെയ്തത് കനത്ത മഴ. തിരുവനന്തപുരം മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് വീണ്ടും അപകടം. 2 പേരെ രക്ഷപ്പെടുത്തി. ആശുപത്രിയിൽ ചികിത്സ തേടിയത് ചിറയൻകീഴ് സ്വദേശി അഭിലാഷും വെട്ടൂർ സ്വദേശി കിരണും. അപകടത്തിൽപ്പെട്ടത് വെട്ടുതുറ സ്വദേശി നിതിന്റെ ഉടമസ്ഥതയിലുള്ള നിത്യസഹായ മാതാ വള്ളം. നടിമാരുടെ വെളിപ്പെടുത്തലുള്ള മെമ്മറി കാർഡ് തിരികെ കിട്ടണമെന്നാവശ്യപ്പെട്ട് അമ്മയിലെ ഒരു വിഭാഗം നടിമാർ കോടതിയിലേക്ക്. നീക്കം കുക്കു പരമേശ്വരന്റെ കൈവശമുള്ള കാർഡ് പുറത്തുപോയാൽ സ്വകാര്യതയെ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി. കുക്കുവിനെതിരായ വിവാദം ആസൂത്രിതമെന്ന FB പോസ്റ്റ് പിൻവലിച്ച് നടിമാല പാർവതി. തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ പോസ്റ്റ് പിൻവലിക്കുന്നു, നിലപാടിൽ മാറ്റമില്ലെന്ന് വിശദീകരണം. ഉഷ ഹസീനയുടെയും പൊന്നമ്മ ബാബുവിന്റെയും ആരോപണം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള തന്ത്രമെന്ന് മാല പാർവതി. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ പത്രിക തള്ളിയതിനെതിരെ കോടതിയെ സമീപിച്ച് സാന്ദ്ര തോമസ്. ബൈലോ പ്രകാരം 3-ലേറെ സിനിമകളുടെ സെൻസസ് സർട്ടിഫിക്കറ്റ് കൈവശമുണ്ടെന്ന് സാന്ദ്ര. പ്രസിഡന്റ്, ട്രഷറർ സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാൻ പൂർണ്ണ യോഗ്യതയാണെന്നും ഹർജി. തെരഞ്ഞെടുപ്പ് നിഷ്പക്ഷമല്ലെന്ന് ആവർത്തിച്ച് സാന്ദ്ര തോമസ്. ക്ലാസ് മുറികളിലെ പിൻ ബെഞ്ച് ഒഴിവാക്കാൻ സർക്കാർ ആലോചന. വിദ്യാർത്ഥിയുടെ ആത്മവിശ്വാസത്തെയും പഠനത്തെയും പ്രതികൂലമായി ബാധിക്കുമെന്ന് നിഗമനം. ഇതിലൂടെ കുട്ടികൾക്ക് തുല്യാവസരങ്ങൾ ഉറപ്പാക്കുക ലക്ഷ്യം. വിദ്യാഭ്യാസ രീതിക്ക് അനുയോജ്യമായ ഏറ്റവും മികച്ച മാതൃക കണ്ടെത്താൻ വിദഗ്ധരുടെ ഒരു സമിതിയെ നിയോഗിക്കാൻ തീരുമാനിച്ചുവെന്ന് വി ശിവൻകുട്ടി. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള തീയതി നീട്ടണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകി. സാങ്കേതിക തകരാർ കാരണം പലർക്കും പേര് ചേർക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ ആവശ്യം. ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക ക്രമക്കേടിൽ അറസ്റ്റിലായവരെ കൊണ്ട് തട്ടിപ്പ് നടത്തിയ രീതി പുനരാവിഷ്കരിച്ച് ക്രൈംബ്രാഞ്ച്. ഭാവഭേദമില്ലാതെ പ്രതികൾ തട്ടിപ്പ് വിശദീകരിക്കുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 18. തെളിവെടുപ്പിനായി പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയത് കഴിഞ്ഞ ദിവസം. സിനിമാ താരവും പ്രേം നസീറിന്റെ മകനുമായ ഷാനവാസ് അന്തരിച്ചു. മരണം വൃക്ക, ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് ചികിത്സയിലിരിക്കെ. സംസ്കാരം വൈകിട്ട് 5 മണിക്ക് തിരുവനന്തപുരം പാളയം പള്ളിയിലെ ഖബറിസ്ഥാനിൽ. NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി. ഓപ്പറേഷൻ സിന്ദൂരിൽ ചർച്ചയെ ആവശ്യപ്പെട്ടത് തെറ്റായ നടപടിയെന്ന് മോദി. സഭയിൽ പ്രതിപക്ഷം തകർന്നടിഞ്ഞെന്നും പ്രധാനമന്ത്രി. രാഹുൽ ഗാന്ധിക്കും വിമർശനം. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പ്രതിഷേധം തുടരാൻ പ്രതിപക്ഷം. ചർച്ചയില്ലെന്ന് കേന്ദ്ര സർക്കാർ. ചൈന പരാമർശത്തിലെ സുപ്രീം കോടതി വിമർശനത്തിൽ രാഹുൽ ഗാന്ധിയെ പിന്തുണച്ച് ശക്തമായ പ്രതികരണവുമായി പ്രിയങ്ക ഗാന്ധി. യഥാർത്ഥ ഇന്ത്യക്കാരൻ ആരാണെന്ന് ജഡ്ജിമാരല്ല തീരുമാനിക്കുന്നതെന്ന് എല്ലാ ആദരവോടെയും പറയുന്നുവെന്ന് പ്രിയങ്ക.
സർക്കാരിനെ ചോദ്യം ചെയ്യേണ്ടത് പ്രതിപക്ഷ നേതാവിന്റെ കടമയെന്നും പ്രിയങ്ക ഗാന്ധി. സൈന്യത്തെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന രാഹുൽ ഗാന്ധി സേനയ്ക്കെതിരെ സംസാരിച്ചിട്ടില്ലെന്നും തെറ്റായ വ്യാഖ്യാനമെന്നും പ്രിയങ്ക. ഒഡീഷയിൽ കോളേജ് വിദ്യാർത്ഥിനി തീ കൊളുത്തി മരിച്ച സംഭവത്തിൽ 2 ABVP പ്രവർത്തകർ അറസ്റ്റിൽ. ആത്മഹത്യാ പ്രേരണ ചുമത്തിയ അറസ്റ്റ്. പിടിയിലായത് ഒഡീഷ ABVP ജോയിന്റ് സെക്രട്ടറി സംബിത് നായിക്കും പ്രവർത്തകൻ ജ്യോതി പ്രകാശും. പരാതി ഉയർന്നത് ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ചെന്നും ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്താൻ ശ്രമിച്ചുവെന്നും കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ പീഡിപ്പിച്ചുവെന്നും പരാതി. ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് ശക്തമായ മറുപടിയുമായി ഇന്ത്യ. റഷ്യയുമായി വ്യാപാര ബന്ധം തുടരുന്ന അമേരിക്കയുടേത് ഇരട്ടത്താപ്പെന്ന് വിദേശകാര്യ മന്ത്രാലയം. ദേശീയ സുരക്ഷയും സാമ്പത്തിക ഭദ്രതയും ഉറപ്പാക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും പ്രഖ്യാപനം. യൂറോപ്യൻ യൂണിയനും ഇന്ത്യയുടെ വിമർശനം. PT5 കാട്ടാനയെ മയക്കുവെടിവെച്ച് പിടികൂടി വിദഗ്ധ ചികിത്സ നൽകും. വയനാട്ടിൽ നിന്നുള്ള വിദഗ്ധ സംഘത്തിന്റെ സേവനം ലഭ്യമാക്കും. ഭരതൻ, വിക്രം എന്നീ കുങ്കിയാനകളെ വാളയാർ റേഞ്ചിലെത്തിച്ചു. സംഘത്തിൽ വയനാട്ടിൽ നിന്നുള്ള 10 പേരും. ഡോക്ടർ അരുൺ സക്കറിയ ഉൾപ്പെടെയുള്ള വിദഗ്ധ സംഘം വരും ദിവസങ്ങളിൽ എത്തും. പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം.